എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഇന്നലത്തെ നമ്മൾ കറണ്ട് എനർജി നോക്കിയത് വളരെ മനോഹരമായിട്ട് ആണ് നമുക്ക് റിഫ്ലക്റ്റ് ആയത് അല്ലേ? നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ് വളരെ മനോഹരമായി മാറി വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റാണ് ആ എനർജി എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റിവിറ്റി വരുന്നത് തന്നെയാണ് എനിക്കും സന്തോഷം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നാളെ ഫുൾ മൂണാണ്. ഈ വർഷത്തെ ലാസ്റ്റ് ഫുൾ മൂണാണ് അല്ലേ? ന്യൂ ഇയർ എടുക്കാറായി. അപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ഫുൾ മൂണാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത്, ഫുൾ മൂണിൻ്റെ സമയത്ത്, ന്യൂ മൂണിൻ്റെ സമയത്തൊക്കെ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സൊക്കെ കൂടിയും കുറഞ്ഞും ഇരിക്കും അല്ലേ? ഏറ്റവും ഹൈറ്റൻഡായിട്ട് പോകുന്ന ഫുൾ മൂണിൻ്റെ സമയത്താണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് നമുക്ക് തോന്നും ആ സമയത്ത്. നമുക്ക് അല്ലെങ്കിൽ തന്നെ എപ്പോഴും തന്നെ അവരുടെ ഫീലിങ്സ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് കണക്റ്റ് ചെയ്യാറുള്ളത്. എന്നാലും ന്യൂ മൂൺ അടുപ്പിച്ച് വളരെ തീവ്രമായിട്ട് എന്തെങ്കിലും അവർ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ അല്ലേ? ഇന്ന് ഫീലിങ്സ് തന്നെ നോക്കാം അവരുടെ. ഓക്കെ, കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫോർ യു. ഓക്കെ, നോക്കാം. ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണെന്നറിയാലോ. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രം എടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ 2 പൈലൊന്നും എടുക്കുന്നില്ല, ഒരേ ഒരു പൈല് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം സുഖമില്ലാതിരിക്കുകയാണ്. റീഡിങ് ഇടാതിരിക്കേണ്ട, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്ക് മെസ്സേജസിൽ നിന്നും മനസ്സിലായി. അതുകൊണ്ടാണ് എടുത്തേക്കാം, പേഴ്സണൽ അല്ല ജനറൽ റീഡിങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ. ബെറ്ററാണ്. ഐ ക്യാൻ ഡു ഇറ്റ്, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, വേണ്ടവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. പോകാം നമുക്ക് റീഡിങ്ങിലേക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരൂ പ്ലീസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഡീപ്പ് ഡൗൺ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരൂ പ്ലീസ്. എടുക്കട്ടെ. ദ സൺ, 10 of swords, എന്ത് പറ്റി? Ace of wands, page of pentacles, good. Death, judgment, 6 of pentacles, okay. 2 of cups, yes, good. 6 of cups, 4 of pentacles, 3 എന്താ പറയുക, വോയിസിലൊരു കിതപ്പ് ഫീൽ ചെയ്യും, പ്ലീസ് ഡോണ്ട് മൈൻഡ് കേട്ടോ. 5 of swords, എന്ത് പറ്റി? എംപ്രസ്, നൈറ്റ് ഓഫ് swords, നോക്കാം കേട്ടോ. എന്തോ ഒരു വേദനാജനകമായ ഒരു ഫീലിംഗ് അവർക്ക്. ക്ലാരിഫൈ 10 of swords, ക്ലാരിഫൈ 10 of swords, ക്ലാരിഫൈ 10 of swords. മിക്സ്ഡ് ഫീലിംഗ് ആയിട്ട് കാണുന്നു, അതാണ് എന്താണെന്ന് നോക്കിയത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്, ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ഇടയ്ക്ക് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്താ വെച്ചാൽ ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് ഓവർലാപ്പായി വന്നു കേട്ടോ. വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇപ്പോൾ. ജഡ്ജ്മെൻറ്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തിരുന്നു. 4 of cups ആണ് കിട്ടിയത് കേട്ടോ. ആ ഭാഗം എനിക്കൊന്ന് കട്ട് ചെയ്യേണ്ടി വന്നേ. അങ്ങനെ രണ്ടാമത് കേട്ടപ്പോഴത്തേക്കും പിന്നെ വീണ്ടും ഷഫിൾ ചെയ്ത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കാർഡ് തന്നെ ഞാൻ വെച്ചതാണ്. ഓക്കെ, എനിക്ക് ഒരു കാർഡ് കൂടെ, 5 of swords, ക്ലാരിഫൈ 5 of swords, clarify 5 of swords, clarify 5 of swords. Sorry. Temperance,
Clarify Knight of Swords. Clarify Knight of Swords. Clarify Knight of Swords. Chariot. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് തന്നെ ചിന്തിക്കുന്നു. ഓക്കെ, അവരുടെ ഫീലിങ്സിൽ നിങ്ങൾ ഇല്ലാത്ത ഒരു ലൈഫ് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ വെളിച്ചം എന്നവർ കരുതുന്നു കേട്ടോ. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, 10 ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരു ടെമ്പററി സെപ്പറേഷൻ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവരവരുടെ എനർജി മാത്രം എടുക്കുക. സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളവർ മാത്രം അത് എടുക്കുക. ഓക്കെ, പക്ഷേ സെപ്പറേഷൻ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഉണ്ടായതെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ തെറ്റുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ആ സെപ്പറേഷൻ ഉണ്ടായതെങ്കിൽ അവരൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ ആ സമയത്ത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് തോന്നുന്നുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ തെറ്റാണ്, അവർക്ക് വേദന തോന്നുന്നുണ്ട് നിങ്ങളെ സങ്കടപ്പെടുത്തിയതിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണത്തോടു കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏസ് ഓഫ് വോൺസ് വെച്ച് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായി ഒരു പുതിയ ബിഗിനിങ് വേണം, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് പലർക്കും ഒരു മെസ്സേജ്, കോള് എല്ലാം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് തന്നെ കാണുന്നു. ഇവർ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ സേഫാണോ, നിങ്ങളുടെ പിക്ചേഴ്സ് എവിടെയെങ്കിലും നിങ്ങൾ ഇടുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം ഇവർ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഇവരെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണുന്നു. കാരണം ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങളിൽ നിന്നും മെസ്സേജ് വരുന്നുണ്ടോ എന്നെല്ലാം ഇവർ നോക്കുന്നുണ്ട്. ഓക്കെ, ഡെത്ത് വെച്ചിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഒരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കില്ല, ഫീല് ചെയ്യുകയാണ് അല്ലേ. ചിന്തകൾ വേറെ, ഫീലിങ്സ് വേറെ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എല്ലാം തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ ഒരാളുടെ അടുത്ത് ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്നേഹം തോന്നുമോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് തന്നെ അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഓക്കെ, നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു എന്നും കാണുന്നു. 6 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവരുടെ ഫീലിംഗ്. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് നിങ്ങളുടെ സ്നേഹവും അവർക്ക് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. 2 ഓഫ് കപ്സ് വെച്ച് റീയൂണിയൻ വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കാണണം, സംസാരിക്കണം, അടുത്ത് കാണണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം, ഒരുമിച്ച് ഒരു കാപ്പി കുടിക്കണം എന്നെല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. വളരെയധികം, വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് വെച്ചിട്ട് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും പോകാറുള്ളൊരു കോഫി ഷോപ്പായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബീച്ചായിരിക്കാം, എവിടെയെങ്കിലും ഇവർ പോയിട്ടുണ്ടാവും. അവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ ഓർമ്മ വന്നു. അപ്പോൾ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവർ വളരെ നൊസ്റ്റാൾജിക്കായിട്ട്, കോഫി ഷോപ്പ് എന്നാണ് കൂടുതലായിട്ടും ഉള്ളത്, ഒരു കാപ്പി കുടിച്ച സാഹചര്യം, ഒരുമിച്ച് ഒരു കപ്പ് ഓഫ് കോഫി അങ്ങനെ എന്തോ സ്പെൻഡ് ചെയ്ത ഒരു സമയം അവർ ആലോചിക്കുന്നതായിട്ടാണ് എനിക്ക് കണക്റ്റ് ആവുന്നത് ഇന്ന്. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൊട്ടക്റ്റീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പൊസസീവ് പറഞ്ഞാൽ നിങ്ങൾ ആരോടും സംസാരിക്കുന്നു, മറ്റാരെക്കുറിച്ചെങ്കിലും സംസാരിക്കുന്നതോ മറ്റാരുടെയെങ്കിലും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊന്നും അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. അതൊരു ഫ്രണ്ടായിരുന്നാൽ പോലും കേട്ടോ. അങ്ങനെയാണ് കാണുന്നത്. ഇൻസെക്യൂറായിട്ട് അവർ ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മൂന്നാമതൊരാളുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങളുടെ താല്പര്യം പോകുമോ എന്നവർക്ക് ഒരു പേടി ഉള്ളതുപോലെ തോന്നുന്നു കേട്ടോ. വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങളെ ചേർത്ത് പിടിക്കണം, പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട്. അത് കാരണം നിങ്ങൾ അവരുടെ സ്വന്തമാണ്, നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള തരം ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അങ്ങനെ അവർക്ക് വളരെ തീവ്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ഫോർത്ത് പാർട്ടി എല്ലാം അവിടെ ഉണ്ടെങ്കിലും അത്
എല്ലാം പ്രോബ്ലംസ്, ആ തടസ്സങ്ങളുണ്ടല്ലോ, ആ തടസ്സങ്ങളെല്ലാം തന്നെ തരണം ചെയ്ത് ഒരു ഹീലിങ്ങിലെത്തണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലെത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്ക് പകരം വയ്ക്കാനൊന്നും അവർക്ക് ആരെയും വേണ്ട, അവർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ്. നിങ്ങൾ മറ്റാരെങ്കിലും അവരെ അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ് കേട്ടോ. അതേപോലെ വളരെ പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം, എത്രയും വേഗം ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണമെന്ന് തന്നെ അവർക്ക് വല്ലാതെ തീവ്രമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇൻസെക്യൂരിറ്റി ഉണ്ട് അവിടെ. കാരണം ഇനിയും നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുമെന്ന് അവർക്ക് നല്ല പേടിയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇരുന്ന് സോൾവ് ചെയ്യണം, നിങ്ങളുമായി രമ്യതയിലെത്തണം, ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നൊക്കെ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ഓഫ് കപ്സിൻ്റെ എനർജി അവിടെ വന്നത് കേട്ടോ. നിങ്ങളുമായി സംസാരിച്ച കാര്യങ്ങൾ സോൾവ് ചെയ്യണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, കൂടുതൽ കാർഡ്സ് തരും ഡിവൈൻ. ഞാൻ പറയുന്നതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ ഉണ്ടോ? കാരണം മരുന്നും എല്ലാം കൂടിയിട്ട് അതൊരു ഡിസോറിയൻറ്റേഷനാണ്. കഴിയുന്ന ക്ലാരിഫൈ ചെയ്ത് പറയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. വീൽ ഓഫ് ഫോർച്യൂൺ, എന്ത് തരം സിറ്റുവേഷൻസ് ആയാലും അതെല്ലാം മാറി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെയാണ് വേണ്ടത് അല്ലേ. 10 ഓഫ് കപ്സ് വെച്ച് നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ഫാമിലി ഉണ്ടാക്കണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, അവരുടെ ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഫുൾ ഈ കാർഡ് എല്ലാ റീഡിങ്ങിലും വരാറുണ്ട്. റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്ത് തന്നെ ആയാലും അതെല്ലാം അവർ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളൊരു തീരുമാനം അവരെടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ആ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് ഒബ്സസ്ഡ് തോട്ട്സ് ആയിട്ട് കാണുന്നു. അതായത് നെഗറ്റീവ് തോട്ട്സും വരുന്നുണ്ട്. കാരണം ഇൻസെക്യൂരിറ്റി ഉണ്ട് നിങ്ങളിൽ ചിലർക്കെങ്കിലും. നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ബോധേഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ അവർ അതിനെപ്പറ്റി വളരെ ബോധേഡാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. നെഗറ്റീവ് തോട്ട്സ് വരുന്നുണ്ട്. അതായത് നിങ്ങളെങ്ങാനും ഇവരെ വിട്ട് മറ്റേ പേഴ്സണിൻ്റെ അടുത്തേക്ക് പോകുമോ എന്നുള്ളൊരു തീവ്രമായ ഭയം നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒബ്സസീവ് തോട്ട്സ് ആയിട്ട് കാണുന്നു. വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് അത് തന്നെ ചിന്തിക്കുന്നതായിട്ട്. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. ആ ലോങ് ഡിസ്റ്റൻസ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്തേക്ക് അഫിനിറ്റി കാണിക്കുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 3 ഓഫ് കപ്സ്, വീണ്ടും അത് തന്നെയാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവരെ വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പേഴ്സൺ ഉള്ളവർ മാത്രം ഇത് എടുക്കുക കേട്ടോ, ഇല്ലാത്തവരങ്ങ് വിട്ടേക്കുക. ഓക്കെ, 2-3 കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. ഓക്കെ, ഇനി സമോ കാർഡ്സ് ഇവൻ കുറച്ച് കാർഡ്സ് കൂടി തരൂ, കുറച്ച് കാർഡ്സ് കൂടി തരൂ. കിങ് ഓഫ് വാൻസ്, നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുഖമാവട്ടെ, നിങ്ങളുടെ പെരുമാറ്റമാവട്ടെ, സംസാരമാവട്ടെ, എല്ലാം തന്നെ ഇവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്നും അടുത്ത് വേണം എന്ന് തന്നെ അവർ ഫീൽ ചെയ്യുന്നു. നമ്മളുടെ വനമാല വന്നു. ലവേഴ്സ്, ഇത് വന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഫീലിങ്സിൽ കാർഡ് വരാതിരിക്കുമോ അല്ലേ. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ലവ് ആൻഡ് അട്രാക്ഷൻ ഒരുമിച്ച് തന്നെ ഉണ്ട്. അതായത് ഒരു പ്രോപ്പർ പാർട്ട്ണറിന്, ലൈഫ് പാർട്ട്ണറിന് വേണ്ട ഗുണങ്ങളാണ് രണ്ടും അല്ലേ. പരസ്പര സ്നേഹവും വേണം, ആകർഷണവും വേണം. അത് രണ്ടും തന്നെ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അവരുടെ എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു. അതായത് ഒരു ജന്മജന്മാന്തര ബന്ധമാണ് നിങ്ങളുടെ എന്ന് തന്നെ ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരേ ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം. ലാസ്റ്റ് കാർഡ്, ഡിവൈൻ ഗിവ് മീ ലാസ്റ്റ് കാർഡ്. സ്റ്റാർ, ഗുഡ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം മാറി അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളതിനു വേണ്ടി അവരെ സഹായിച്ച് കാണണം. അവരുടെ തടസ്സങ്ങളെല്ലാം മാറ്റി
കരിയറിലാവട്ടെ ലൈഫിലാവട്ടെ ഒരു പ്രോപ്പറായിട്ട് അവർക്കൊരു ദിശ കാണിച്ചു കൊടുത്തത് ഒരു പക്ഷെ നിങ്ങളായിരിക്കും കേട്ടോ. അതെല്ലാം അവരൊരുപാട് സ്നേഹത്തോടെ തന്നെ ആലോചിക്കുന്നതായിട്ടും നിങ്ങളെ എന്താ പറയുക സ്നേഹിക്കണം എന്നുള്ള ആ ഒരു തീവ്രമായ ഫീലിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ ഇന്നും അവരുടെ കൂടെ വേണം എന്നുള്ള തീവ്രമായ ഫീലിംഗ് അവർക്ക് ഉള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഓവറോൾ ഇന്ന് മോശം അല്ലാത്തൊരു റീഡിങ് തന്നെ ആയിരുന്നു അല്ലേ. ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ ഫീലിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. പോലെ പേഴ്സണൽ റീഡിങ് വേണ്ടവർ അപ്രോച്ച് ചെയ്തോളൂ കേട്ടോ, ഞാൻ സമയം പോലെ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.